പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ എന്തെടുത്തോണ്ടിരുന്നത് ഒരു മൊത്തം ഡെമോ ചെയ്യായിരുന്നല്ലോ, ഒരു ടെസ്റ്റ് എൻഡ് ടു എൻഡ് അതല്ലേ ചെയ്തോണ്ടിരുന്നത്. ആ സോഴ്സ് ലാബിൽ ആ ഡെമോ സൈറ്റിന്റെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതെ, ഇത് എവിടെ വരെ എത്തിയായിരുന്നു നോക്കണം. നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം. കാണോ സ്ക്രീന്? ഓക്കെ, കാർട്ടിനെ ലൊക്കേറ്റ് ചെയ്തു, അതായത് ഐറ്റത്തിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. ഇത്രയും വരെ ചെയ്തു അല്ലേ. ഓക്കെ, ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാം, ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം അതിനെ ലൊക്കേറ്റ് ചെയ്താൽ കാർട്ടിലേക്ക് പോകുന്നത്. ഒരു മിനിറ്റ്. പുതിയ കുറിച്ചും കൂടെ ജോയിൻ ചെയ്തായിരുന്നു എടുത്തുകൊണ്ടിരിക്കേണ്ടത്. രണ്ടു ദിവസം എടുത്തു. ഇന്നിപ്പോൾ ഒരു പുതിയ കൊച്ചും കൂടി ജോയിൻ ചെയ്തപ്പോൾ ആ കൊച്ചു അയ്യോ അത് എടുത്തു കൊടുക്കണം. ഒരു കൊച്ചിന് എന്തുണ്ടാവും അതെ സമയത്തില്ല. അത് കഴിഞ്ഞ് മൊത്തം എല്ലാവരുടെയും കഴിഞ്ഞു. ഒരു കൊച്ചിന് മാത്രം ഒരു ഡൗട്ട് ഉണ്ട്. അത് പിന്നെ ഡെമോ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഫാൻസി കുറച്ച് അതായത് 2 വീക്ക് അവർക്ക് വെക്കേഷൻ, അത് കഴിഞ്ഞിട്ട് ആളെ ഇൻഫോം ചെയ്യാനാണ് പറഞ്ഞത്. ആളൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുമോ? ശരി, ഓക്കെ, ഷെയർ ചെയ്താം. ഇനി നമ്മൾ എന്താ ചെയ്യുക, ബ്രേക്ക് അതായത് ആ ഐറ്റം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആ കാർട്ടിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം അല്ലേ. അപ്പം അതിനെ ലൊക്കേറ്റ് ചെയ്യണം, എന്നിട്ട് അതിനെ ക്ലിക്ക് ചെയ്യാനും പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അതിനകത്ത് നിന്ന് നമ്മൾ ഈ സെയിം പ്രോഡക്റ്റ് ഉണ്ടോ എന്നാണ് ഇനി ചെക്ക് ചെയ്യാൻ പോണേ. അപ്പം അവർ കാര്യം ചെയ്യുക, ആ ഒരു കാർട്ടിന് അതായത് ആ ഒരു ഇമേജ് കണ്ടില്ലേ, അതിനെ ലൊക്കേറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. അതിനെ ക്ലിക്ക് ചെയ്യാം. സോറി, ഷോപ്പിംഗ് കാർട്ട് ലിങ്ക് ഷോപ്പ് കാർട്ട് ലിങ്ക് ഇതിനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തു. ഇനിയിപ്പോൾ അതിന് വേറെ വേരിയബിളിലേക്ക് ഇരുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് അങ്ങോട്ട് നാവിഗേറ്റ് ആയി പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഓക്കെ, ടെസ്റ്റ് പാസ്സാണ്. ടെസ്റ്റ് പാസ്സായി. ഇനി നമുക്ക് അങ്ങോട്ട് പോയതിന് ശേഷം നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത പ്രൊഡക്റ്റ് അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഈ സോഴ്സ് ലാബ് ബാക്ക് പാക്ക് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ അവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ES വിസിബിൾ ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ആ
സെയിം അതാണ് ചെയ്യേണ്ടത് നമുക്ക്. അതായത് ആ ഇൻവെന്ററി അതാണല്ലോ നമ്മുടെ അതിനകത്തുനിന്ന് പ്രൊഡക്റ്റ് നെയിം എന്ത് ചെയ്തു നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഹാഷ് ടെസ്റ്റ് യൂസ് ചെയ്തു അതിനകത്ത് ഈ ഒരു ടെസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ അല്ലേ? ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനെ കോപ്പി ചെയ്ത് ഇവിടെ ഇടാം. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്തേക്കുന്നത് മനസ്സിലായില്ല. ഇൻവെന്ററി ഐറ്റം നെയിം എന്ന് പറഞ്ഞ ലൊക്കേറ്ററിനെ ലൊക്കേറ്റ് ചെയ്ത് അതിനകത്ത് പ്രൊഡക്റ്റ് നെയിം ഉണ്ടോ എന്ന് നോക്കി. പ്രൊഡക്റ്റ് നെയിം നമ്മുടെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ പ്രൊഡക്റ്റ് നെയിം കൊടുത്തേക്കുന്നത് കറക്റ്റ് ആയിട്ടില്ലല്ലോ, ആ കളർ ചേഞ്ച് ആയിട്ടില്ലല്ലോ. ഈ കോഡ്സ് ഇവിടെ തന്നെയാണോ നമ്മൾ കോഡ്സ് കൊടുക്കേണ്ടത്? അതാണ്, അത് സിംഗിൾ കോഡ്സ് അല്ല കൊടുക്കണ്ടേ, അത് ബ്ലാക്ക് ടിക്കാ കൊടുക്കാം. എങ്ങനെയാത് നമ്മുടെ ടാബിന് തൊട്ട് മുകളിലില്ലേ, അതാ കൊടുക്കാം. കളർ ചേഞ്ച് ആയി. ഇപ്പൊ പ്രൊഡക്റ്റ് നെയിം നമ്മൾ കൊടുത്തു. ഇനി ഈ പ്രൊഡക്റ്റ് നെയിം നമുക്ക് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് ഉണ്ടെങ്കിൽ ട്രൂ, ഇല്ലെങ്കിൽ ഫോൾസ്. അങ്ങനെ ട്രൂ ഫോൾസ് റിട്ടേൺ ചെയ്യുന്ന ഒരു ആസേഷൻ ആണ് ഈസ് വിസിബിൾ എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഇത് ഡോട്ട് ഈസ് വിസിബിൾ ഒരു കോൺസ്റ്റന്റിനകത്ത് സേവ് ചെയ്ത് വെക്കട്ടെ ഇത്. സേവ് ചെയ്ത് വെച്ചു. അപ്പൊ നമുക്ക് ആ വാല്യൂ കിട്ടുമല്ലോ. കോൺസ്റ്റ് ഒരു വാല്യൂ എന്തെങ്കിലും സേവ് ചെയ്ത് പ്രൊഡക്റ്റ് വിസിബിൾ എന്തെങ്കിലും ഒരു നെയിം. ഓക്കെ, എന്നിട്ട് അതിന് നമ്മൾ ഡോട്ട് ഈസ് വിസിബിൾ എന്ന് കൊടുക്കും. ഈസ് വിസിബിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെയിം ആ ലൈൻ അങ്ങനെ കൊടുത്താലും മതി. പ്രൊട്ടക്ട് നെയിം ഡോട്ട് ഈസ് വിസിബിൾ. ഓക്കെ, ഈ ഈസ് വിസിബിൾ എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഒരു വേരിയബിളിനകത്തേക്ക് സ്റ്റോർ ചെയ്തിട്ട് അതിനെ പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് വിസിബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് ഒരു വേരിയബിളിനകത്തേക്ക് ഇതിനകത്ത് കൂടെ ഇട്ടാ മതിയായിരുന്നല്ലേ? കുഴപ്പമില്ല. ഇനി പ്രൊഡക്റ്റ് വിസിബിൾ എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ചെയ്തു, കോൺസ്റ്റ് വിസിബിലിറ്റി എന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. ഇത്രയും ചെയ്തത് മനസ്സിലായോ? ബാക്കി രണ്ടുപേർക്കും ശ്രീജ്യോതിക്ക് ആരുണ്ടോ മനസ്സിലായില്ലേ? അത് ജസ്റ്റ് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് മാത്രമേ റിട്ടേൺ ചെയ്യുള്ളൂ. അത്രേ ഉള്ളൂ ഈസ് വിസിബിൾ. നമ്മളൊരു എലമെന്റ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഇതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമ്മൾ അവിടെ കൊടുത്തേക്കുന്നത് എന്താണ്, ഇൻവെന്ററി ഐറ്റം നെയിം ഹാഷ് ടെസ്റ്റ് പ്രൊഡക്റ്റ് നെയിം. ഇങ്ങനെ ഈ പ്രൊഡക്റ്റ് നെയിമിനകത്ത് ഇപ്പൊ എന്താണ് നമ്മൾ കൊടുത്തേക്കുന്ന പ്രൊഡക്റ്റ് നെയിം എന്താണോ അതായിരിക്കും വരിക. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് അതിനകത്ത് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഉള്ള ഒരു എലമെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, പ്രൊഡക്റ്റ് വിസിബിളിനകത്ത് ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പൊ നമുക്കിത് എന്ത് ചെയ്യാം, ഇത് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. console.log ഇനി ഇതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. വന്നില്ലല്ലോ. സേവ് ചെയ്തില്ലേടാ? സേവ് ചെയ്തായിരുന്നു. console.logനകത്ത് പ്രൊഡക്റ്റ് വിസിബിൾ എന്ന് പറയുന്നത് ഒപ്പിട്ട് വന്നിട്ടില്ല. ആർക്കും വന്നിട്ടില്ലേ? ഇല്ല വന്നിട്ടില്ല. ഓക്കെ നോക്കാം. ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുമായിരുന്നു, കാണിക്കുന്നില്ലല്ലോ. ഇല്ല വെയിറ്റ് കൊടുക്കാഞ്ഞിട്ടാണ്. വെയിറ്റ് കൊടുക്കാം. ഇവിടെ കൊടുക്കട്ടെ വെയിറ്റ്? ഇവിടെ ആവശ്യമില്ലല്ലോടാ. ആവശ്യമില്ല. ഈസ് വിസിബിളിന്റെ ഫ്രണ്ടിൽ കൊടുത്തേക്കാം വെയിറ്റ്. അവിടെ സേവ് ചെയ്തിട്ടുണ്ട്. വന്നില്ലല്ലോ, നോക്കട്ടെ. ഇത് കറക്റ്റ് തന്നെയല്ലേ? ഇതിന്റെ കൂടെ ഓക്കെയാണ്. പക്ഷെ നമ്മളെ
നമ്മൾ ആദ്യം ഈ പേജിൽ ടൈറ്റിൽ കെട്ടിയത്, അതായത് എലമെന്റിന്റെ ഫസ്റ്റ് ഒരു പ്രൊഡക്റ്റിന് കെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു കോഡ് എടുത്ത് വരച്ചു. അതായത് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്, അതായത് ആദ്യത്തെ ഒരെണ്ണെങ്കിലും ലോഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ആദ്യത്തെ ലോഡ് ആയി കഴിഞ്ഞാൽ അത് ആദ്യത്തെ ലോഡ് ആകുമ്പോഴേക്കും മറ്റേതെല്ലാം ലോഡാവും. അതായത് നമ്മൾ എന്ത് ചെയ്യാം, മൊത്തത്തിൽ വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് നമ്മൾ വെയിറ്റ് ഫോർ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ഫോർ മെത്തേഡ് അതായത് 16th ലൈനിൽ യൂസ് ചെയ്തിട്ടില്ലേ കാർഡ് ഐറ്റത്തിനകത്തുനിന്ന്. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ കറന്റ് ഒരു ഐറ്റം ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഇനി ഇതിനകത്ത് ഫ്യൂച്ചറിൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യണം, ഓരോന്ന് ലോഡ് ആവാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് അതിനെ യൂസ് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാ യൂസ് ചെയ്യാം, അതായത് ആ കാർഡ് ലിസ്റ്റ് എടുത്തേടാ, നമ്മുടെ ഡെമോ സൈറ്റ് എടുത്ത് ഇതിനൊന്ന് ലൊക്കേറ്റ് ചെയ്ത് ഈ മൊത്തത്തിലുള്ള ഈ ഒരു ഇത് നമ്മൾ അതിനെ ഇൻവെന്ററി ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്ത പോലെ ഈ മൊത്തത്തിന് കാർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കണ്ടോ ഡിബ് കാർട്ട്, അത് കാർട്ട് ഐറ്റം ആണല്ലോടാ. അതിന്റെ മുകളിൽ ഏറ്റവും വലിയ ഡിബ് ഉണ്ടല്ലോ ക്ലാസ് കാർട്ട് ലിസ്റ്റ്. ഈ മൊത്തത്തിന് നമ്മൾ ലൊക്കേറ്റ് അല്ല, അതായത് ഈ ഒരു മൊത്തം ഡിബിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് അതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാണ്, ഇൻവെന്ററി ഐറ്റം ആ ഒരു ഡിബ്, അതാണ് നമ്മുടെ മെയിൻ ഡിബ്. അതിനകത്ത് നോക്കിയ ഇൻവെന്ററി ഐറ്റം നെയിം, അതായത് ഈ സോസ് ലാബ് ബാക്ക് പാക്ക് എന്ന് പറയുന്ന ആദ്യത്തെ ഒരു ഐറ്റം നെയിം മാത്രം ഗെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഡോട്ട് ഇൻവെന്ററി ഐറ്റം നെയിം. ഇൻവെന്ററി ഐറ്റം ആണുള്ളത്, ഐറ്റം നെയിം ഇല്ലല്ലേ. ആ ഐറ്റത്തിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിനകത്ത് കാർഡ് ക്വാണ്ടിറ്റി ഇല്ല കാർട്ട് ഐറ്റം ലേബൽ ഇല്ലേ തൊട്ട് താഴത്തെ, അത് ആക്ച്വലി ലേബൽ, അത് ഡിസ്ക്രിപ്ഷൻ, മൊത്തം ഡിസ്ക്രിപ്ഷൻ. നമുക്ക് ആ നെയിം മാത്രം വേണം, ആ പേര് ടൈപ്പ് മാത്രം മതിയോ? അതിനകത്തുള്ള സാധനം ഇതിനകത്തുനിന്ന് പേരെടുക്കുക. ഇൻവെന്ററി ഐറ്റം നെയിം അത് വരുന്നുണ്ടല്ലോ, അതെവിടെയാ അത്? ഒന്ന് ഇൻസ്പെക്ട് ചെയ്യോ ആര്യ? സോഴ്സ് ലാബ്സ് ഒന്ന് ക്ലിക്ക്, സോഴ്സ് ലാബിന്റെ അവിടെ അതെ ആ ക്ലാസ്. നമുക്ക് അതിനെ വേണ്ട, അതായത് മൊത്തം വലിയ ഡിബ് എടുത്തു നമ്മൾ, എന്തായിരുന്നു കാർട്ട് ലിസ്റ്റ്. ആ കാർട്ട് ലിസ്റ്റിനകത്ത് നിന്ന് നമുക്ക് എന്തെടുക്കണം, ഈ ഇൻവെന്ററി ഐറ്റം നെയിം എടുക്കണം. എന്നിട്ട് അതിനെ ലോഡ് ആവാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. അതിനകത്തുനിന്ന് ആദ്യത്തെ ഇൻവെന്ററി ഐറ്റം നെയിം ലോഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതെങ്ങനെയാ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്ത് നോക്കുക, അതിനെ ലൊക്കേറ്റ് ചെയ്യാം. വെയിറ്റ് പേജ് ഡോട്ട് ലൊക്കേറ്റ്, എവിടെ അത് ലൊക്കേറ്റ് ചെയ്യേണ്ടത്, അതായത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കണേ. ക്ലിക്ക് ചെയ്തതിന് ശേഷമല്ലേ, ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞു കൊടുത്തു വെയിറ്റ് പേജ് ഡോട്ട് ലൊക്കേറ്റ്. നമ്മൾ എന്തായിരുന്നു ഇൻവെന്ററി ഐറ്റം നെയിം, ഇൻവെന്ററി ഐറ്റം നെയിം ആണ്. അത് ഏത് ഡിബിനകത്തുള്ളതാ, കാർട്ട് ലിസ്റ്റ്. നമ്മളെ ചെയിനിങ് ചെയ്യുക, കാർട്ട് ലിസ്റ്റിനകത്തുനിന്ന് ഇൻവെന്ററി ഐറ്റം നെയിമിന് എടുക്കാം. ഇൻവെന്ററി ഐറ്റം നെയിം കുറെ എണ്ണം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ചെയിൻ ചെയ്യാണ് അതിന്. കാർട്ട് ലിസ്റ്റിനകത്തുനിന്ന് ഡോട്ട് കാർട്ട് ലിസ്റ്റ്, ഇനി സ്പേസ് ഇട്ടിട്ട് ഒരു സ്പേസ്, ഇത് രണ്ടാമത്തെ അല്ലേ ചെയിനിങ് അല്ലേ, അപ്പൊ ഒരു സ്പേസും കൂടെ സ്പേസ് ഇട്ടു. എന്നിട്ട് എന്താ, ഡോട്ട് ഇൻവെന്ററി ഐറ്റം നെയിം. അതെടുത്താൽ എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഫസ്റ്റിന് ഡോട്ട് ഫസ്റ്റ്, അത് ഒരുപാടെണ്ണം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യത്തെ ഫസ്റ്റ് ഡോട്ട് ഫസ്റ്റ് വെയിറ്റ് ഫോർ മെത്തേഡ് യൂസ് ഫസ്റ്റ് ഓഫ് ഉണ്ടടാ, മെത്തേഡ് വെയിറ്റ് ഫോർ മെത്തേഡ്. ഇനി ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കിയാൽ ആദ്യത്തെ ലോഡ് ആയിട്ടുണ്ടാവും.
ഇല്ലല്ലോ, ട്രൂ ഫോൾസ് വരുന്നില്ല. ഓക്കെ, നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം, എവിടെയെങ്കിലും എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ നോക്കാം. അതായത് ബ്രേക്ക് വരെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നാവിഗേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, നാവിഗേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് നിന്ന് ആദ്യത്തെ ഐറ്റം എടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. ലിസ്റ്റിനകത്ത് നിന്ന് ഐറ്റം നെയിം ഫസ്റ്റ് വെയിറ്റ് ഫോർ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ അതിന് എന്ത് ചെയ്തു നമ്മൾ ഒരു പ്രൊഡക്റ്റ് നെയിം ഈ സ്പെസിഫിക് ഓക്കെ ഇത് കഴിഞ്ഞിട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കണോ? ഈ ക്ലിക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നാവിഗേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റ്. സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കി. നമുക്ക് ഡീബഗ് ചെയ്തൊക്കെ നോക്കാം. ഡീബഗ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? പേജ് നോക്കിയിട്ട് പാത്തും സ്ക്രീൻഷോട്ട് പാത്ത് എന്ന് പറഞ്ഞു കൊടുക്കാം. കോളൻ എന്ത് ചെയ്യാം, എങ്ങനെ കൊടുക്കുക? അത് കേളി ബ്രേസസിനകത്ത് വേണ്ടേ കൊടുക്കാൻ? അവിടെ അങ്ങനെയല്ലടാ, അത് ഓക്കെ. പാത്ത് എന്ന് പറയുന്നത് എങ്ങനെ കൊടുത്തതെന്ന് നോക്കിയ, പാത്ത് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കൊടുക്കുക? മൊത്തത്തില് റൗണ്ട് ബ്രേസസിനകത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ പാത്തായിട്ട് കൊടുക്കുന്നില്ല, കോളം കഴിഞ്ഞിട്ട്. അങ്ങനെയല്ലേ നമ്മൾ സ്ക്രീൻ ഇതല്ലേ ഇതിന് മാത്രം. മൊത്തത്തിൽ. എന്നിട്ട് ഇതിന് എങ്ങനെയായിരുന്നു പാത്ത്? നമ്മൾ കോഡ്സിനകത്തല്ലേ പറഞ്ഞു കൊടുത്തേ? അങ്ങനെയല്ലടാ, അങ്ങനെയല്ല. എടുത്ത് നമ്മൾ ചെയ്തതെടുത്ത് മുന്നേ ചെയ്തതൊന്നും എടുത്തേടാ. അത് ഇമേജാ കണ്ടോ? ഇതിന് മാത്രം, ഈ പാത്ത് മാത്രം മൊത്തത്തിൽ. എന്നിട്ട് അതിനെ കോഡ്സിനകത്ത് പറഞ്ഞു. ഇതിന് കോഡ്സിനകത്ത് ഇതാക്കിയണം. വിനിഷ, ഈ ലൊക്കേറ്റർ കൊടുക്കുമ്പോ ഡബിൾ കോട്ട്സ് ഇട്ടാലും സിംഗിൾ കോട്ട്സ് ഇട്ടാലും അത് സെയിം തന്നെയാണോ? ഇപ്പൊ ഏതായിരുന്നു കൊടുത്ത? സ്ക്രീൻഷോട്ട് എന്നല്ലേ കൊടുത്തേ? എന്തായിരുന്നു പേര് കൊടുത്തേക്കണേ? സ്ക്രീൻഷോട്ട് എന്നാ കൊടുത്തത്. ഇതെടുത്തേ, സ്ക്രീൻഷോട്ട് 1 മുകളിൽ എവിടെയെങ്കിലും സ്റ്റോർ ആയിട്ടുണ്ടോ നോക്കിയടാ, സേവ് ആയിട്ടുണ്ടോ നോക്കിയാ. അങ്ങോട്ട് പോകുന്നില്ലെന്ന് വെയിറ്റ്, അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ്. നമുക്ക് ഡീബഗ് ചെയ്ത് നോക്കാം. ഡീബഗ് ചെയ്യാൻ പഠിച്ചില്ലേ നമ്മള്? ഹൈഫൺ ഡീബഗ്. ഇൻസ്പെക്ടർ എടുത്തേടാ, ബാക്കിലുണ്ട്. ബാക്കത്ത്. ഓക്കെ, സ്റ്റെപ്പ് ഓവർ ചെയ്ത് ലോഡായി. യൂസർ നെയിമിൽ ക്ലിക്ക് ചെയ്തു, സ്റ്റെപ്പ് ഓവർ ചെയ്ത്. ഓക്കെ, സ്റ്റെപ്പ് ഓവർ സ്റ്റാൻഡേർഡ് യൂസർ നെയിം. ഓക്കെ ഫിൽ ചെയ്തു. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു, അതിൽ ലൊക്കേറ്റ് ചെയ്തു. അത്രയും എണ്ണത്തിന് സ്റ്റെപ്പ് ഓവർ ചെയ്തിടാം. ഓക്കെ, അതിൻ്റെ കൗണ്ട് എടുത്തു. ഒരു ഐറ്റത്തിന് ചെക്ക് ചെയ്യാണ്. സ്റ്റെപ്പ് ഓവർ ചെയ്ത് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. സ്റ്റെപ്പ് ഓവർ ചെയ്തിടാം. ഇനി എന്താ നമ്മൾ പറഞ്ഞു കൊടുത്തേക്കണേ? എന്തായിരുന്നു ഇപ്പൊ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ് അല്ലേ? ഇത് മൊത്തത്തിൽ ഇതിനകത്താണ് അവിടെ കൊടുത്തേക്കണേ. ഇഫ് കഴിഞ്ഞു. ഇതിന്റെ ബ്രേസസ് എങ്ങനെയായിരുന്നടാ? ഇതിന് പുറത്തേക്ക് ഇട്ട, അതായത് മുകളിലേക്ക് വന്ന് ആ ബ്രേസസിന്റെ പുറത്തല്ലേ ഇത് കൊടുക്കണ്ടേ? ലൂപ്പിന് പുറത്ത് കൊടുക്കുന്നത്, ലൂപ്പിന്റെ പുറത്ത് കൊടുക്കുക. ഇപ്പൊ ലൂപ്പിന്റെ ഉള്ളിൽ തന്നെ കൊടുത്തേക്കണേ. ഇനി ആ ഒരു ക്ലോസിങ് എക്സ്ട്രാ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. ഇങ്ങനെ
ആ ഫോൾസ് ഇപ്പൊ ഫോൾസ്. നമുക്ക് ഫോൾസ്. ഫോൾസ്. ഒന്നിന് ഒരു ഐറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഫോൾസ് ആണല്ലോ കിട്ടിയേക്കണത്. എല്ലാവർക്കും ഫോൾസ് ആണോ കിട്ടിയേക്കണത്? അതെ. പ്രൊഡക്റ്റ് നെയിമിനെയാണ് ചെക്ക് ചെയ്തത്. അതെന്താ നോക്കാം. ഇനി അത് നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഹാഷ് ടെസ്റ്റ് എടുത്തതിനകത്താണ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തേക്കണം. ഒരു കാര്യം ചെയ്യും, നമ്മുടെ കോഡ് എടുത്ത് ഈ പ്രൊഡക്റ്റ് നെയിം ഇങ്ങനെ പാസ് ചെയ്ത് കൊടുത്തതിന് പകരം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കും. അതായത് ഇങ്ങനെയാണ് ഇതിപ്പോ നമ്മൾ ആ പ്രൊഡക്റ്റ് നെയിമിന് അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുത്തേക്കല്ലേ, അതായത് ഇത് അത് തന്നെ. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, അത് കറക്റ്റ് ആണ്, ലൊക്കേറ്റ് ആവുന്നുണ്ട്, കുഴപ്പമില്ല. അതിന് ഓവർ ചെയ്യുമ്പോൾ ഇങ്ങനെ എല്ലാവർക്കും വരുന്നുണ്ടോടാ അതിന്റെ വാല്യൂ ഓവർ ചെയ്ത് സോഴ്സ് ലാബ് ബാക്ക് എന്ന് പറയുന്ന വാല്യൂ വരുന്നുണ്ടോ? ഇത് വാല്യൂ വരുന്നുണ്ട്, അത് കുഴപ്പമുള്ള കേസല്ല. അപ്പോൾ ഫോൾസ് ആണ് ഉണ്ടാക്കണം. നമുക്ക് ഏസ് വിസിബിളിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം ഏതാ വരുന്നത്, എന്നിട്ട് ആ ടെക്സ്റ്റിനെ പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. ടെക്സ്റ്റ് കണ്ടന്റ് യൂസ് ചെയ്തിട്ട് ഈസ് വിസിബിളിന് ഫ്രണ്ടില് ജസ്റ്റ് ഈ സെയിം തന്നെ എന്ത് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ സെയിം പ്രൊഡക്റ്റ് നെയിം എന്ന് പറഞ്ഞ അതിൽ തന്നെ കൊടുത്തിടാം. സെയിം ലൈനിൽ തന്നെ 38th ലൈൻ തന്നെ ഡോട്ട് ടെക്സ്റ്റ് കണ്ടന്റ്. ഓക്കെ, അതൊരു മെത്തേഡാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റ് നെയിമിനെ എൻ്റർ ചെയ്ത് ജസ്റ്റ് കൺസോൾ ചെയ്യിപ്പിക്കാം. ബാക്കി കമന്റ് ചെയ്തിട്ടോ, ഈസ് വിസിബിൾ അല്ല, ഈ പ്രൊഡക്റ്റ് നെയിമിനെ മാത്രം എന്ത് ചെയ്യിപ്പിക്കുക. പ്രൊഡക്റ്റ് നെയിം എന്താ കിട്ടുന്നത് നമുക്ക് നോക്കട്ടെ, എന്താ മിസ്റ്റേക്ക് വന്നേക്കുന്നത്. ടെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്ന മെത്തേഡ് ഫസ്റ്റ് ലൈൻ എടുത്തട എറർ മെസ്സേജ്, ആദ്യത്തെ ടെക്സ്റ്റ് എൻ്റർ വെയിറ്റിംഗ് ഫോർ നമ്മളതിനെ വാല്യൂ പ്രൊഡക്റ്റ് നെയിമിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തേക്കല്ലേ. വെയിറ്റിംഗ് ഫോർ ലൊക്കേറ്റർ ഇൻവെന്ററി ഐറ്റം ഡിസ്ക്രിപ്ഷൻ ഡോട്ട് ലൊക്കേറ്റർ ഹാഷ് ടെസ്റ്റ്. അത് ഏതായിരുന്നടാ? ഓക്കെ, ഇത് ആ ഒരു ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെന്നാ പറയണത്. ഐറ്റം നെയിം ഹാസ് അതായത് ഇൻവെന്ററി ഐറ്റം നമ്മുടെ ഒന്നും കൂടെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയാണ്. ഇൻവെന്ററി ഐറ്റം ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് തന്നെയല്ലേ അതിന്ന് ബാക്ക് അടിക്കും. ബാക്ക് അടിക്കണം, ഇതല്ലല്ലോ നമ്മള് ബാക്ക് അടിച്ച് യൂസർ നെയിം പാസ്വേഡ് ഇൻവെന്ററി ഐറ്റം ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് തന്നെയല്ലേ? അതെ. ഇൻവെന്ററി ഐറ്റം നെയിം അതിനകത്തുനിന്നാണ് നമുക്ക് എന്ത് ചെയ്യാത്ത ലൊക്കേറ്റ് ആവാത്ത. നിങ്ങൾക്ക് രണ്ടുപേർക്കും ബാക്കി രണ്ടുപേർക്കും സെയിം ഇഷ്യൂ ആണോ കാണുന്നത്? നോക്കാം നമ്മൾ ചെയ്ത സ്റ്റെപ്പിലെന്തോ മിസ്റ്റേക്ക്. കോഡ് തന്നെ എടുത്തടാ. ഓക്കെ, ആ ടെക്സ്റ്റ് കണ്ടന്റ് മാറ്റിക്കോ. നമുക്ക് അവിടെ തന്നെ ഈസ് വിസിബിൾ ഒന്ന് കൊടുത്ത് ആ ടെക്സ്റ്റ് കണ്ടന്റ് മാറ്റിയിട്ട് ജസ്റ്റ് അവിടെ തന്നെ ഈസ് വിസിബിൾ തന്നെ കൊടുത്തോ. കുറേ സ്റ്റെപ്സ് എടുക്കണ്ട. ഈസ് വിസിബിൾ. ഓക്കെ, അതിന് ഫ്രണ്ടിൽ ഒരു അവൈറ്റ് കൊടുത്ത് നമ്മളൊരു മെത്തേഡ്. ഓക്കെ, നേരത്തെ ഇതായിരുന്നു ഇഷ്യൂ, അവൈറ്റ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇനി സേവ് ചെയ്തൊന്ന് റൺ ചെയ്ത്
എപ്പോഴും ഫോൾസ് തന്നെയാണ് വരുന്നത് അല്ലേ? അതായത് പ്രൊഡക്റ്റ് അതിനകത്തില്ല. ഈ ഹാർഡ് കോഡ് ചെയ്ത് കൊടുക്കോടാ, അതായത് ഈ പ്രൊഡക്റ്റ് നെയിം എന്നുള്ളതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് അവിടെ അല്ലടാ ഇത് അതായത് ജാവാ സ്ക്രിപ്റ്റ് വേരിയബിൾ അതിനകത്ത് കൊടുത്തിട്ടില്ലേ, പ്ലേ റൈറ്റിനകത്ത് കൊടുത്തേക്കുന്നത് ഹാഷ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള അത് തന്നെ. അതിനൊന്ന് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തേടാ, പേര് കൊടുക്കണം. പേര് തന്നെ കൊടുത്ത് മൊത്തത്തിൽ മാറ്റിക്കോ, അത് മൊത്തം മാറ്റിക്കോ. പേരായിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അത് കളയാം, മൊത്തം കളയാം. ഓക്കെ, കളഞ്ഞോ. എന്നിട്ടൊരു ബ്രേസസ് ഓപ്പൺ ചെയ്ത് നോർമൽ ബ്രേസസ്, ഓക്കെ അത് ക്ലോസ് ചെയ്ത് നോർമൽ ബ്രേസസ്, എന്നിട്ട് അത് നോർമൽ കോഡ്സിനകത്ത് ഇട്ട് കൊടുത്തേക്ക്. ഇപ്പൊ ബാക്ക് ടിക്ക് അല്ലേ, അത് മാറ്റി. ഇതെല്ലാം അതായത് സോസ് ലാബിനെ ഒരു അത് ഡബിൾ കോഡ്സിനകത്ത് ഇട്ട് കൊടുത്തു വെച്ചാൽ സോസ് ലാബിനെ സിംഗിൾ കോഡ്സിനകത്ത് ഇട്ട് കൊടുക്കുക. അതിന്റെ ഫ്രണ്ടിൽ ഒരു ഡബിൾ കോഡ്സ് എക്സ്ട്രാ ഉണ്ട്, അതൊന്ന് കളഞ്ഞേക്ക് ഫ്രണ്ടില് അവിടെ തന്നെ. സേവ് ചെയ്തൊന്ന് റൺ ചെയ്ത് ഈ പ്രൊഡക്റ്റിന് എന്താണ് ഐഡന്റിഫൈ ചെയ്യാത്ത നോക്കാം. ഫോൾസാണ് വരുന്നത്. സ്ക്രീൻഷോട്ട് വരുന്ന സ്ക്രീൻഷോട്ട് ഇപ്പോൾ വന്നിടാ. സ്ക്രീൻഷോട്ട് എന്നെടുത്ത് ലൊക്കേറ്റ് ആവുന്നുണ്ട്. ഓക്കെ ഇനി നമ്മുടെ കോഡ് എടുത്ത് അപ്പൊ നമ്മള് എന്താ ചെയ്തേക്കുന്നത്, നമ്മുടെ ലൊക്കേറ്ററിന്റെ മിസ്റ്റേക്കാണ്. പ്രൊഡക്റ്റ് കാർട്ടായിട്ട് അതെടുത്തേടാ. കാർട്ട് ലിസ്റ്റിനകത്ത് ഇൻവെന്ററി ഐറ്റം നെയിം അങ്ങനെ തന്നെ അല്ലേ കൊടുക്കുക, നോക്കട്ടെ. നമ്മുടെ അതിനകത്തേക്ക് കയറിയതിന് ശേഷം മൊത്തം കാർട്ട് ലിസ്റ്റ് ആണ്. കാർട്ട് ലിസ്റ്റിനകത്തല്ലേ ഇൻവെന്ററി ഐറ്റം നെയിം ചെക്ക് ചെയ്തേടാ. അതൊന്ന് ഇതിനകത്ത് ചെക്ക് ചെയ്യോ, സെലക്ടർ ഹബിനകത്ത്. എന്റെ കയ്യില്ലെന്ന് തോന്നുന്നു. സെലക്ടർ ഹബ് എടുത്തിട്ടില്ലടാ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ വിട്ടുപോയായിരുന്നു. സെലക്ടർ ഹബ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ബ്രൗസറിൽ എന്ത് ചെയ്യാം, സെലക്ടർ ഹബ് ഒന്ന് സെർച്ച് ചെയ്യാം. സെലക്ടർ ഹബ് എന്നിട്ട് അത് ക്രോമായിട്ട് അത് തന്നെ സെലക്ടർ ഹബ് അത് തന്നെ ക്രോം വെബ് സ്റ്റോറിൽ. എന്നിട്ട് ആഡ് ടു ക്രോം കൊടുക്കുക, ആഡ് എക്സ്റ്റൻഷൻ. ഓക്കെ, ഇനി ജസ്റ്റ് ഇപ്പോൾ ഇത് ക്രോമിൽ ആഡ് ആയിട്ടുണ്ടാവും. നമ്മുടെ ഡെമോസ് അതെടുത്തേടാം. ഓക്കെ, ഇതൊന്ന് പേജ് റീഫ്രഷ് ചെയ്തേക്ക്. ഓക്കെ, ഇനി എക്സ്റ്റൻഷനകത്ത് അവിടെ ഓക്കെ അതിനകത്ത് അതൊന്നും കൂടെ ഒന്ന് പേജ് റീഫ്രഷ് ചെയ്യും. അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് പുതിയ ക്ലോസ് ചെയ്തിട്ടോ. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഇൻസ്പെക്ട് ഓക്കെ ഇതെടുത്തോ. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യുന്ന പോലെ സെലക്ടർ ഹബ് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ടർ ഹബ് യൂസ് ചെയ്തിട്ട് ഐ ഡി ഒക്കെ കണ്ടോടാം. സെലക്ടർ ഹബിന് സെലക്ട് ചെയ്ത് നമുക്ക് ഐ ഡി കോപ്പി ചെയ്യാം, നെയിം കോപ്പി ചെയ്യാം, എക്സ്പാത്ത് കോപ്പി ചെയ്യാം, CSS സെലക്ടർ കോപ്പി ചെയ്യാം. ഇത് നമുക്ക് ഓരോന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ സെപ്പറേറ്റ് പോയി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കോപ്പി CSS സെലക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും മാച്ച് ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള CSS സെലക്ടർ നമുക്ക് എന്ത് ചെയ്ത് കിട്ടും, കോപ്പി ആയി കിട്ടും. ഇനി ഇതിനകത്ത് ആ സ്റ്റൈൽസിനകത്ത് ഒന്ന് എടുത്തേടാം. നമ്മുടെ സെലക്ടർ ഹബ് വന്നിട്ടുണ്ടോ നോക്കട്ടെ. ഓക്കെ, താഴെ വന്നിട്ടുണ്ട് സെലക്ടർ ഹബ്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഇത് സെർച്ച് ചെയ്ത് നോക്കുക. ഡോട്ട് എന്തായിരുന്നു, നമ്മുടെ ഡോട്ട് കാർട്ട് ലിസ്റ്റ് എങ്ങനെയാണത്, അത് അണ്ടർസ്കോർ അല്ലായിരുന്നടാ. ഡോട്ട് കാർട്ട് ലിസ്റ്റ് മറ്റേ പേജിലല്ലേ കാർട്ട് ലിസ്റ്റ്?
ഒരു മിനിറ്റ്. ഞാനും നോക്കി. അതാണ് ഡോട്ട് കാർട്ട് ലിസ്റ്റിനകത്തുനിന്ന് ഒരു സ്പേസ് ഇട്ടിട്ട് ഒരു ഐറ്റം ഉണ്ട് അതിനകത്തുനിന്ന് സ്പേസ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, ഇൻവെന്ററി ഐറ്റം ഡോട്ട് തന്നെ വന്നു കേട്ടോ അത്. ആ അപ്പൊ അതൊരു അപ്പൊ അതിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് കറക്റ്റ് തന്നെയാ. ജസ്റ്റ് അത് കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് സ്പെല്ലിംഗ് വല്ല ഇല്ല, എല്ലാവരുടെ ഒരേപോലെ മിസ്റ്റേക്ക് വരില്ലല്ലോ. ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് കറക്റ്റ് തന്നെയാ. അതിനകത്തുനിന്ന് ഫസ്റ്റിന് നമ്മൾ ഡോട്ട് ഫസ്റ്റ് എടുത്തേടാ. ഡോട്ട് ഫസ്റ്റ് അവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് അത് ഫോൾസ് കാണുന്നത് നോക്കാം. ഈ വെയിറ്റ് ഓൾറെഡി വെയിറ്റ് ഡോട്ട് ഫസ്റ്റ് കൊടുത്തതിന് വെയിറ്റും കൂടെ കൊടുക്കണോ? നമ്മള് വെയിറ്റ് കൊടുക്കാം. അതല്ലടാ ഇഷ്യൂ ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പേജ് ഡോട്ട് ലൊക്കേറ്റർ കാർട്ടിനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഹാസ് ലിസ്റ്റ് ഡിസേബിൾ കൊടുത്തു. പ്രിന്റ് ചെയ്യിപ്പിക്കാൻ കൊടുത്തു. ഡീബഗ് ചെയ്ത് നോക്കാം നമുക്കൊന്നും കൂടെ, എവിടെ ബ്രേക്ക് ആവണേ നോക്കാം. സ്റ്റെപ്പ് ഓവർ ചെയ്ത് നോക്കാം. യൂസർ നെയിം കറക്റ്റ് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു. ക്ലിക്ക് ചെയ്തു, സ്ക്രീൻഷോട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് അതാണ് അതിന് ലൊക്കേറ്റ് ആവുന്നില്ലടാ. അത് ഒന്ന് സ്റ്റെപ്പ് ഓവർ കൊടുത്ത് അത് ലൊക്കേറ്റ് ആയിട്ടില്ല. ഇങ്ങനെ കൊടുക്കണമെന്നുണ്ടോ? ഡയറക്റ്റ് കൊടുത്തു നോക്കണമെന്ന്? ഏതാടാ ഡയറക്റ്റ് മീൻസ് എങ്ങനെയാ? പറ്റില്ല, ടെക്സ്റ്റ് കണ്ടന്റ് വെച്ചിട്ട് നമ്മള് ടെക്സ്റ്റ് കണ്ടന്റ് പറ്റില്ല. ഡോട്ട് കാർട്ട് ലിസ്റ്റ് ഡോട്ട് ഇതിങ്ങനെ കൊടുത്തു നോക്കണോ? കാർട്ട് ലിസ്റ്റ് നമ്മള് അങ്ങനെ കൊടുത്തു നോക്കിയാണ്. ശരിയാണ്, അങ്ങനെ കൊടുത്തു നോക്കിയ ശരിയാണ്. നമ്മൾ അതിനല്ലേ ലൊക്കേറ്റ് ചെയ്യണം. ക്ലോസ് ചെയ്ത് ഇത് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തോ. ഡീബഗ് ചെയ്യണോ? നോർമൽ ടെസ്റ്റ് ചെയ്തോ, എന്നിട്ട് റൺ ചെയ്തില്ലെങ്കിൽ ഡീബഗ് ചെയ്യാം. വർക്ക് കിട്ടും. സേവ് ആക്കിയില്ലടാ? സേവ് ആക്കിയായിരുന്നു. ഇവിടെ സ്പേസ് വല്ലതും ഉണ്ടോ അനീഷ? ഇല്ല ഇല്ല, അതങ്ങനെ തന്നെയാണ്. ഇതിനകത്തുനിന്ന് ഓക്കെ, ഈ പ്രൊഡക്റ്റ് ഡോട്ട് ലൊക്കേറ്റർ മാറ്റിയിട്ടല്ലടാ പേജ് ഡോട്ട് ലൊക്കേറ്റർ ആക്കിയേ. നമ്മളിപ്പോൾ ഇൻവെന്ററി ഡിസ്ക്രിപ്ഷനകത്തുനിന്ന് എടുക്കുന്നത്. ജസ്റ്റ് പേ. ഓക്കെ ഓക്കെ, ഇനി സേവ് ചെയ്ത് റൺ ചെയ്ത്. നമ്മളിത് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചതല്ലേ? ഓക്കെ, നേരത്തെ നമ്മൾ എടുത്തത് നമ്മൾ ആദ്യത്തെ കേസിൽ പ്രൊഡക്റ്റ് ഡോട്ട് ജസ്റ്റ് അത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കല്ലേ ചെയ്തേ. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനകത്തുനിന്നാ. പക്ഷെ നമുക്ക് ഇപ്പൊ വേണ്ടത് എന്തിനകത്തുനിന്നാ? കാർട്ട് ലിസ്റ്റിനകത്തുനിന്നാ. മാറിപ്പോയി, നമ്മൾ ചെക്ക് ചെയ്തോണ്ടിരുന്നത് മാറിപ്പോയി. ഓക്കെ, ഇനിയിവിടെ ഈ പ്രോഡക്റ്റ് നെയിം കോഡ്സിനകത്ത് മാറ്റി കൊടുത്താലും കുഴപ്പമില്ല, അത് വരും. ഞാൻ ജസ്റ്റ് എന്താണ് ഇഷ്യൂ എന്ന് അറിയാത്ത കാരണം അതങ്ങനെ കൊടുത്താലും മതി. ബാക്ടിക് ആക്കിക്കോളും, കുഴപ്പമില്ല. കൊടുത്തു നോക്കട്ടെ.
ബാക്കി രണ്ടുപേർക്കും കിട്ടിയായിരുന്നു ഇങ്ങനെ ചേഞ്ച് ചെയ്തപ്പോ? ഇല്ല. ഇല്ലേ? ഉം. നോക്കാണോ നമുക്ക് ഉം. എന്താ ഇഷ്യൂ കാണിക്കണേ? ഇപ്പോഴും ഫോൾസ് ആണോ കാണിക്കണേ? ആ, അതെ. അതായത് നമ്മൾ ഇത്ര നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അവൈറ്റ് പേജ് ഡോട്ട് ലൊക്കേറ്ററിന് പകരം പ്രൊഡക്റ്റ് ഡോട്ട് ലൊക്കേറ്റർ ആയിരുന്നു. ഈ പ്രൊഡക്റ്റിന് പകരം പേജ് തന്നെ ആക്കുക. അത്രയും ചെയ്താൽ മതിയായിരിക്കും. ആരോണിന് കിട്ടിയോ? അല്ല, എനിക്ക് ആക്ച്വലി അവിടെ ഒരു സിൻടാക്സ് എറർ ആയിരുന്നു. ആ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കാം. മാറ്റി നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു ഇത് മിസ്സായി പോയി. ആ ഇവിടെ ഈ പ്രൊഡക്റ്റിന് മുന്നേ ആണ് ഇത്. ഈ പ്രൊഡക്റ്റ് നെയിം ആ ഒരു ബാക്ടിക്സ് ഞാൻ ആക്ച്വലി മാറ്റി കൊടുത്തു. ആ മാറ്റിയ സമയത്ത് ആക്ച്വലി എന്തോ നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്, ആരാണ് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം. എടാ പ്രൊഡക്റ്റ് നെയിം എടുത്ത് പ്രൊഡക്റ്റ് നെയിമിന്റെ കേളി ബ്രേസസിന് മുന്നേ $. ഓക്കെ. $. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിയാ. ഫോൾസ് അപ്പോൾ അത് ഫോൾസ് ആണ് വരുന്നത്. പ്രൊഡക്റ്റ് നെയിം ഇങ്ങനെ കൊടുക്കുമോ? ഇതൊന്ന് റിമൂവ് ഇത് നോക്കട്ടെ ഞാൻ. അല്ല, ഞാൻ ഇത് കറക്റ്റ് നേരത്തെ നോക്കിയതല്ലേ. അത് നമുക്ക് നോക്കാം. നമുക്ക് അവരുടെ സിൻടാക്സ് എററും കൂടെ നോക്കിയിട്ട് ഇതിലേക്ക് വരാം. ഓക്കെ, ആരോൺ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണം. വിസിബിൾ അല്ലേ? ആക്ച്വലി ഞാൻ കൊടുത്തപ്പോ എന്തോ പറ്റി. അതൊരു ബ്രേസസ് മൊത്തം ആ ഒരു ബ്രേസസ് എവിടെ അത് അവിടെ കഴിഞ്ഞിട്ട് ഒരു ബ്രേസസ് ഇട്ടാ ഈസ് വിസിബിളിന് തൊട്ട് അവിടെ അല്ല. ഈസ് വിസിബിൾ എന്ന് പറയുന്നത് ഇവിടെ പ്രൊഡക്റ്റ് നെയിം കഴിഞ്ഞതിന് ശേഷം ബാക്ക് ടിക്കിന് മുന്നിൽ അവിടെ. ഓക്കെ ഓക്കെ, ഇനി എന്താ ഈസ് വിസിബിളിനകത്ത് എന്താ വന്നേക്കണേ? ഓക്കെ, ഇപ്പൊ മാറി. സേവ് ചെയ്ത് ആരെങ്കിലും പ്രൊഡക്റ്റ് നെയിം ഇങ്ങനെ ബാക്ടിക്സ് യൂസ് ചെയ്തപ്പോ ഫോൾസ് അല്ലേ വന്നത്? നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആരോണ്ട് എങ്ങനെയാ വരുന്നത്. എന്തായിരുന്നാടാ വന്നേക്കുന്നത്? ഈ പ്രൊഡക്റ്റ് നെയിം ഫസ്റ്റ് ലൈൻ എടുത്ത് ഇതല്ലല്ലോ, ഇത് എറർ നോട്ട്. ഇതെന്തോ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റിന്റെ കോഡ് ഇതല്ലേ വന്നേക്കുന്നത്? അതെവിടെ അവൈറ്റ് കൊടുത്തിട്ടില്ല അവിടെ. അവിടെ തന്നെ ജസ്റ്റ് അവൈറ്റ് കൊടുത്ത് സേവ് ചെയ്തിട്ട് അപ്പൊ ഈ ബാക്ടിക്സ് കൊടുത്തപ്പോ ഫോൾസ് വരുന്നു. പ്രൊഡക്റ്റ് എടുക്കുന്നില്ലേ? നോർമൽ കൊടുത്തു നോക്കിയാ. പക്ഷെ ഇത് നാവ് ഇങ്ങനെ ടോഗിൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്നുണ്ട് പ്രൊഡക്റ്റ് നെയിംസ്. കാണുന്നുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരുന്നില്ല. അതെന്താ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ജസ്റ്റ് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ടൊന്ന് സോഴ്സ് ലാബ് ബാക്ക് കൊടുക്കുക. അതെന്താ സ്പേസ് ഉള്ളതുകൊണ്ടാണോ? സ്പേസ് ഇട്ടിട്ടുണ്ട്. സ്പേസ് ഇല്ലായിരുന്നല്ലോ, സ്പേസ് ഒന്ന് മാറ്റിയടാ. ഏതിലാ? ഹാഷ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ആ മെത്തേഡിനകത്ത് നോർമലി ബ്രേസസ് വരും, അപ്പൊ സ്പേസ് കൊടുക്കാറില്ല. ഓക്കെ, അല്ല അത് റൺ ചെയ്ത് നോക്കിയാ. ശ്രീജ്യോതിക്ക് കിട്ടിയോ? ഇല്ല, ആ ഡോളർ സിമ്പിൾ കൊടുത്തിട്ട് ചെയ്യുമ്പോ കിട്ടുന്നില്ല. അതെ, ഈ സെയിം ഇഷ്യൂ തന്നെയാണോ? സെയിം. അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇപ്പൊ സോഴ്സ് ലാബിന് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തേക്കണം. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം അതെന്താണ് വേരിയബിൾ എടുക്കാത്തതെന്ന്. വേരിയബിൾ വാല്യൂ എടുക്കാത്തത് നോക്കിയിട്ട് പറഞ്ഞുതരാം. അതെന്ത് ചെയ്യാം, പ്രൈസസിനകത്ത് കൊടുക്കണം മൊത്തത്തിൽ. ഓക്കെ, ഒരു എക്സ്ട്രാ പ്രൈസസ് അതിന് ആ ഒരു ഇത് കളഞ്ഞേക്ക്. ആ ഒരു എക്സ്ട്രാ പ്രൈസ് കളഞ്ഞിടാ, ഡബിൾ കോട്സിനകത്ത് കൊടുത്ത്. ഓക്കെ, ഇങ്ങനല്ലേ മൊത്തത്തില്. ഓക്കെ, ഇത് വിസിബിൾ ആണോ അല്ലെന്ന് ചെക്ക് ചെയ്തു. ഇനി ഒന്ന് സേവ് ചെയ്ത്
അപ്പൊ ട്രൂ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് എടുക്കാത്തതാണ്. അതിനകത്ത് ഇതിനകത്ത് അതിന് നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നത് എടാ ആ ഒരു ലൂപ്പിനകത്ത് മാത്രമല്ല അതിനെ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. എന്ത് വെച്ചാൽ നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്ന ലെറ്റ് വെച്ചിട്ട് നമ്മൾ അതായത് മുകളിൽ അല്ല കോൺസ്റ്റ് എടുത്തേക്കുന്നത് അല്ലേ, കോൺസ്റ്റ് വെച്ചിട്ട് ഗ്ലോബലി ആണല്ലോ ചെയ്തേക്കുന്നത്. കോൺസ്റ്റ് പ്രൊഡക്റ്റ് നെയിം പുറത്താണല്ലോ. പുറത്താ കൊടുത്തേക്കുന്നത്. അപ്പൊ കിട്ടേണ്ടതാണ്, കിട്ടുന്നുണ്ട്. അതിനകത്തേക്ക് ഓവർ ചെയ്യുമ്പോ വാല്യൂ ഓവർ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അതെ. ഓക്കെ, നോക്കാം, നമുക്കത് നോക്കാം വരാൻ. ബാക്കിയും കൂടെ നമുക്ക് ചെയ്യാം, എന്നിട്ട് നമുക്കത് നോക്കാം, ലാസ്റ്റ് നോക്കാം എന്താണത്. ചാറ്റ് നോക്കിയപ്പോ ഒരു പാരന്തസിന്റെ ഇഷ്യൂ എന്നാ പറയുന്നത്. എന്താണ് എന്താ പറഞ്ഞ? ഇങ്ങനെ ഇടുമ്പോ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഇട്ടത്? ചാറ്റിൽ നോക്കട്ടെ. ആംപ്രസിന്റെ മുമ്പായിട്ട് അതിന്റെ മുന്നിൽ ഡബിൾ കോട്ട്സ് കൊടുക്കണം. ഓക്കെ ഓക്കെ, ആ ഡബിൾ കോട്ട്സ് കൊടുത്തേക്കണം. അതായത് നമ്മളിപ്പോ ചെയ്ത സെയിം ഇഷ്യൂ വേ തന്നെ അതിന്റെ ഫ്രണ്ടിൽ ഒരു ഡബിൾ കോട്ട്സും കൂടെ വേണം. അത് മിസ്സിംഗ് ആയിക്കോ. ജസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ കോപ്പി ചെയ്ത് ആ ഡോട്ട് കളഞ്ഞേടാ, ഡബിൾ ഡോട്ട് വന്നിട്ടുണ്ട്. പേജ് ഡോട്ട് അത് കളഞ്ഞ് ഞാൻ കൊടുത്തു. കറക്റ്റ് അല്ലേ? അത് സെയിം നമ്മൾ കൊടുക്കണം. ഇതിനകത്ത് ഡബിൾ കോട്ട്സ് വേണം. അത് നമ്മൾ മിസ് ചെയ്തു. ഓക്കെ ഓക്കെ, ഇന്ന് രണ്ടിലേക്ക് ഇപ്പൊ ട്രൂ ആയി. ആ ഒരു ഡബിൾ കോട്ട്സ് മിസ്സായതുകൊണ്ടാണ് മൊത്തം വാല്യൂ ഗെറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുക്കാം. ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാനും പഠിച്ചു. ജാവാ സ്ക്രിപ്റ്റ് വേരിയബിളിനെ നമ്മൾ ടെംപ്ലേറ്റ് ലിറ്ററൽ യൂസ് ചെയ്ത് കൊടുക്കാനും പഠിച്ചു. ഓക്കെ, രണ്ട് രീതിയിൽ നമ്മൾ കൊടുത്തു. എന്നിട്ട് അത് ഈസ് വിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തു. ഈസ് വിസിബിൾ ആണ്, ട്രൂ ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? വിസിബിൾ ആണ്, അതായത് ഈസ് വിസിബിൾ ആണോ അല്ലെന്ന് ചെക്ക് ചെയ്തു. വിസിബിൾ ആണെങ്കിൽ ഇനി എന്ത് വേണം? അതെന്തായിരിക്കണം? വിസിബിൾ ആയിരിക്കണം. അങ്ങനത്തെ കേസിൽ നമ്മളൊരു എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നു? ടു ബി ട്രൂത്തി പഠിച്ചായിരുന്നോ? അത് വിസിബിൾ അല്ലേ, അത് നമുക്ക് വാല്യൂ എന്തായാലും എന്ത് വേണം? ട്രൂത്തി ആയിരിക്കണം, ട്രൂ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കൊടുത്തുകൂടെ? എക്സ്പെക്ട് പ്രൊഡക്റ്റ് നെയിം ഡോട്ട് ടു ബി ട്രൂത്തി. അങ്ങനെയല്ല, നമ്മൾ ആ പ്രൊഡക്റ്റ് നെയിമിൽ എടുത്തിട്ടുണ്ടല്ലോ. അതായത് അസേഷനാണ് യൂസ് ചെയ്യണം. അസേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്ട് വേണം. പ്രൊഡക്റ്റ് നെയിം എന്ന് പറയുന്നത് ഒരു ട്രൂ ഓർ ഫോൾസ് വാല്യൂവിനെയാണ് ഗെറ്റ് ചെയ്ത് എടുക്കണം. അപ്പൊ ഇങ്ങനെ കൊടുക്കാം. ടു ബി അങ്ങനെയല്ല, എക്സ്പെക്ട് യൂസ് ചെയ്യാത്ത കാരണം അത് വരാത്ത. എക്സ്പെക്ട് വേണ്ട, എക്സ്പെക്ട് അതിനകത്ത് നമ്മുടെ വേരിയബിൾ ലൊക്കേറ്റർ കൊടുക്കുക. എന്തായിരുന്നു വാല്യൂ കൊടുക്കുന്നത്? പ്രൊഡക്റ്റ് നെയിം. എന്നിട്ട് എന്ത് ചെയ്തു? അത് പുറത്ത് അതിന്റെ പുറത്ത് ടു ബി ട്രൂത്തി. അത് അത് ട്രൂ ആണെങ്കിൽ മാത്രം എന്റെ ടെസ്റ്റ് എന്ത് ചെയ്താൽ മതി? റൺ ചെയ്താൽ മതി. അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. വാല്യൂ നമുക്ക് ഓൾറെഡി ട്രൂ ആയിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ചപ്പോ കിട്ടി. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്? അത് ട്രൂ ആണെങ്കിൽ മാത്രം എന്റെ ടെസ്റ്റ് റൺ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് ജസ്റ്റ് ഒന്ന് ഈ ടു ബി ട്രൂത്തി എടുക്കുമ്പോ ആരോ ഉണ്ടായിരുന്നില്ലേ? ഇതുപോലെ തന്നെ നമുക്ക് ടു ബി ഫോൾസ് ഉണ്ട്. ഫോൾസ് ആവുന്ന കേസസിൽ അതെന്തായാലും ഫോൾസ് ആയിരിക്കണം, അങ്ങനത്തെ ഒരു കേസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കിയേ. അതായത് ട്രൂ ആയതുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം? ചെക്ക് കാർട്ട് പ്രൊസീഡ് ചെയ്യണം. അതിനെന്തായിരുന്നു അടുത്തത്? എന്തായിരുന്നു നമ്മുടെ സൈറ്റ് എടുത്ത്? കാർട്ട്. ഇനി അത് അതെന്തായിരുന്നു? അത് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കി. ചെക്ക് ഔട്ടിനെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്തേടാ
അത് യൂസർ നെയിം പാസ്വേഡ്. ചെക്കൗട്ട് ക്ലിക്ക് ചെയ്യണം. അതിന് ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത്രയും ചെയ്യുക. ജസ്റ്റ് ചെക്കൗട്ടിന് ലൊക്കേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് കണ്ടിന്യൂ ചെയ്യണം. ചെയ്യാം. അത്രയൊന്ന് ചെയ്ത് ഇത് ആക്ച്വലി ഇനി ആദ്യത്തെ വെയിറ്റ് ഫോർ പേജ് കൊടുക്കണോ? ഇതൊരു പുതിയ പേജ് വെയിറ്റ് ചെയ്യുന്ന ചെയ്ത് നോക്കുക. അതിപ്പോ പുതിയ പേജിക്ക് ചെക്കൗട്ട് ചെയ്തേക്കല്ല. ചെക്കൗട്ട് ആവുന്നുണ്ടോ, ക്ലിക്ക് ചെയ്യുമ്പോ നാവിഗേറ്റ് ആവുന്നുണ്ടോ ഇല്ലെന്ന് ചെയ്ത് നോക്കുക. ഇവിടെ തന്നെ കൊടുക്കണ്ടേ മറ്റേ? എവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് കൊടുക്കേണ്ടത്. ഇതിനകത്ത് വെയിറ്റ് ഫോർ ലോഡ് സ്റ്റേറ്റ് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ലോഡ് ആവുന്നില്ലെങ്കിൽ നമുക്ക് ലോഡ് ആവാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ റൺ ചെയ്ത് ലോഡ് ആവുന്നില്ലെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഇപ്പൊ ഒന്ന് റൺ ചെയ്ത് നോക്കാം അല്ലേ? ഓൾറെഡി നമ്മൾ ഇതിനകത്തും ടൈം അസേഷൻ കൊടുത്തിട്ടുണ്ട്. അസേഷനും നോർമൽ ഇവന്റ്സിനും ടൈം ഔട്ട് കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് പേജിൽ പ്രത്യേകിച്ചൊന്നും ലോഡ് ആവാനില്ലല്ലോ. ഒരു ഓക്കെ. ലാസ്റ്റ് ടൈം വരയ്ക്കണം. It's not last name. Okay. Pass.
ബാക്കിൽ കൊടുത്ത ശേഷം ഈ പേജ് വരെ കിട്ടി. ഓക്കെ ഇത് പോട്ടെ, ബാക്കി രണ്ടുപേരും കൂടെ ചെയ്യട്ടെ. ഇനി ഫിനിഷും കൂടെ കൊടുക്കണ്ടേ? ഫിനിഷ് കൊടുക്കാം. ഓക്കെ ചെയ്തോ രണ്ടുപേരും കൂടെ? കഴിഞ്ഞിട്ടില്ല നിമിഷ. ചെയ്തിട്ട് മെല്ലെ പറയണം. ഇത്രയും കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ബാക്കി ചെയ്യാം. കഴിഞ്ഞിട്ടുണ്ട് നിമിഷ. ഹരിയുടെ കഴിഞ്ഞോ? ഹരിയുടെ കഴിഞ്ഞോ? ഇല്ല, എന്തോ ഇഷ്യൂ ഉണ്ട് എനിക്ക്. ഓക്കെ, കിട്ടുന്നില്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാം, സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. ഒരു മിനിറ്റ്. എന്തായിരുന്നുടാ? ഇഷ്യൂ കാണിക്കുന്നുണ്ടായിരുന്നു ശരിക്കും. പിന്നെ ഇതിനകത്ത് ഇഷ്യൂ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പം ഇത് ചെയ്ത് അത് ഡബിൾ കഴിഞ്ഞു. കോഡ്സിനകത്ത് കൊടുത്തിട്ടില്ലടാ, നോക്കട്ടെ. കൊടുത്തു. അത് അവിടെയാണോ ഡബിൾ കോഡ്സിനകത്ത് കൊടുക്കുന്നത്? അപ്പോൾ അവിടെ അല്ലല്ലോ. ഉള്ളിലാണോ? ഇതിനും പുറത്ത്, അതായത് എവിടെയാണെന്നല്ല നമ്മളത് കൊടുത്തത്. ഈ ഇതില്ലേ ഡോളർ സൈന്, അതിന് തൊട്ട് മുന്നിൽ. അത് കളയാം. ബാക്കിൽ നിന്ന് അത് കളയാം. എന്നിട്ട് അത് എന്താ ചെയ്യാ, അത് ക്ലോസ് ചെയ്യുന്നത്, ഇതൊക്കെ അവിടെ തന്നെ. ഓക്കെ, സേവ് ചെയ്തിടാം. അത് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കി. ഇനി ക്ലിക്കിൻ്റെ അവിടെ വെയിറ്റ് കൊടുത്തിട്ടില്ല.
എന്തായിരുന്നാണ് ഈസ് വിസിബിളിൻ്റെ അടുത്ത് ഈസ് വിസിബിൾ ഹൈസ് എസ്കേപ്പ് ഇറ്റ് ചെക്കിംഗ് വിസിബിലിറ്റി കാർഡ് ലിസ്റ്റ് സേവ് ആയില്ലേ? കൺട്രോൾ എസ് കൊടുത്തേടാ. നോക്കട്ടെ. സെയിം ഇഷ്യൂ ആയിരുന്നു ഇതിനകത്ത്. ക്ലിക്കിൻ്റെ ഫ്രണ്ടിലാണ് വെയിറ്റ് കൊടുക്കണേടാ. ലൊക്കേറ്റേഴ്സിൻ്റെ കൂടെ, അതായത് അവിടെയല്ല, ഇപ്പം നമുക്ക് ഇഷ്യൂ അവിടെയാണ്, പക്ഷെ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ആ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ഇവന്റിന്റെ മുന്നിലാണ് അവിടെ കൊടുത്തില്ല. ലൊക്കേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലിക്ക് ചെയ്യുന്നത് എവിടെയാണോ അവിടെ കൊടുക്കണം. ഓക്കെ, അവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ, ഫില്ല് മെത്തേഡ്. ഇതിനകത്ത് എന്തായിരുന്നു ഇഷ്യൂ വന്നത്? ഈസ് വിസിബിൾ ആണ് ആ എറർ ഒന്ന് കാണിച്ചേടാ. While passing CSS selector, dot card list inventory item has no. Did you mean CSS to escape it? Check visibility. സ്പേസ് കൊടുക്കണോ അതിനകത്ത്? ഹാസ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് സ്പേസ് വേണ്ട. പക്ഷെ അതാണോ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കി. വരുന്നില്ലല്ലേ? ഇവിടം വരെയല്ലേ വരുന്നുള്ളൂ. ചെക്കൗട്ടിന് ക്ലിക്ക് ആവുന്നില്ല. ക്ലിക്ക് ആവുന്നതിന് മുന്നേ, അതായത് ടു ബി ട്രൂത്തി ആണെങ്കിൽ മാത്രമാണ്. നോക്കട്ടെ, ടൈം കൊടുക്കാം, എവിടെയാണ് ഫോൾസ് അവിടെ നോക്കാം. വെയിറ്റ് കൊടുക്കണം അവിടെ ഫ്രണ്ടില്? വേണ്ട, അത് വാല്യൂ അല്ലേ. ഈ അതായത് പ്രൊഡക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ പ്രൊഡക്റ്റ് നെയിമിന് ഫ്രണ്ടിൽ നമ്മൾ ഓൾറെഡി വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ലൊക്കേറ്ററിൻ്റെ അവിടെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പ്രൊഡക്റ്റ് നെയിം എക്സ്പെക്ട് ലൊക്കേറ്ററിനകത്ത് ചെക്കൗട്ടിൽ ക്ലിക്ക് ചെയ്തായിരുന്നോ? ഡോട്ട് ക്ലിക്ക് കൊടുത്തിട്ടില്ല ചെക്കൗട്ടിന്. ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് അവിടെ തന്നെ ഡോട്ട് ക്ലിക്ക് കൊടുത്തേടാ. ഇനി സേവ് ചെയ്തിട്ടുണ്ട്. ഇത് അത് ഇന്ററപ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല. കൺട്രോൾ സി. ടൈം എടുക്കട്ടെടാ, ടൈം എടുക്കും. ചെക്കൗട്ടിനെ ലൊക്കേറ്റ് ആക്കുന്നില്ല. നമ്മുടെ കോഡ് എടുത്ത് അതവിടെ ബാക്കിൽ ലോഡ് ആയിക്കോട്ടെ. കോഡ് എടുത്ത് ടെസ്റ്റ് കോഡ് എടുത്ത് പേജ് ഡോട്ട് ലൊക്കേറ്റ് ഡോട്ട് ചെക്കൗട്ട് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഫില്ല് കൊടുക്കാതെ അതായത് ക്ലിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഫില്ല് ചെയ്താൽ പോരെ അതിന് ഡയറക്റ്റ് ആയിട്ട്. ഇതിൽ തന്നെ പോകുന്നില്ല ഇപ്പം. ക്ലിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മൾ ഒരു ഇവന്റ് അല്ലേ, ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഫില്ല് കൊടുത്താൽ മതി. ഓക്കെ, വെയിറ്റ് ചെക്കൗട്ടിലേക്ക് പക്ഷെ എത്തണില്ല. അതായത് പ്രൊഡക്റ്റ് വിസിബിളിൻ്റെ അവിടെ നിന്നാണ് തോന്നുന്നു. ചെക്കൗട്ട് ലോഡ് ആവാത്ത ഇഷ്യൂ ആണെങ്കിൽ ഒന്നും കൂടെ സേവ് ചെയ്തിട്ട് ഒന്നും കൂടെ റൺ ചെയ്തേടാം. ചെക്കൗട്ടിനെ ലൊക്കേറ്റ് ആക്കുന്നത്
ഒരു കാര്യം ചെയ്യാം, ഇത് വർക്കായി ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്ത് അത് എന്താണ് എന്താ ക്ലാസ് ആണോ ചെക്കൗട്ട്? അത് ID ആണെന്നാണ് തോന്നുന്നത്. അതാണോ? ഐഡിയ ആണോ? ഐഡിയ ആണോ എടുത്തിടാ? ഇൻസ്പെക്ട് ഐഡിയ ആണെങ്കിൽ ഹാഷ് കൊടുക്കാം. അപ്പൊ എല്ലാം ഹാഷ് ആയിട്ട് ഐഡിയ എല്ലാ ഐഡിയ ആയിരിക്കും അപ്പോൾ. പോസ്റ്റൽ കോഡ് എല്ലാ ഐഡിയ ആണോടാ? അതെ അതെ. കണ്ടിന്യൂ കണ്ടിന്യൂ ഫിനിഷും അല്ല ID. എല്ലാ ഐഡിയ ആണോടാ? സേവ് ചെയ്തിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് റൺ ചെയ്ത് പാസ്ഡ് ഫില്ലായ. ഓക്കെ, ഇനി നമുക്ക് എന്താ നമ്മുടെ പേജ് എടുത്തേ. ഓക്കെ, അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തേടാ. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെക്കൗട്ട് ക്ലിക്ക് ചെയ്ത് ഓക്കെ, ഇനി കണ്ടിന്യൂ കൊടുത്ത് ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്തു ചെക്കൗട്ട് കൊടുത്തേ. ഫില്ല് ചെയ്ത് കൊടുത്തേടാ. ഓക്കെ, ഇത് ഫിനിഷും കൂടെ ക്ലിക്ക് ചെയ്യണം. ഫിനിഷ് ക്ലിക്ക് ചെയ്ത് ഫിനിഷ് ഇൻസ്പെക്ട് ചെയ്തിട്ട് ക്ലിക്ക് അതും കൂടെ എഴുതണ്ടേ നമുക്ക്? ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് ചെയ്ത് ക്ലിക്ക് കൊടുക്കും. ഓക്കെ, ഇപ്പം നമുക്കൊരു മെസ്സേജ് വന്നു, അത് കൺഫർമേഷൻ മെസ്സേജ് ആണ്. ഇനി ഈ പേജിനകത്ത് എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ്, അതായത് താങ്ക് യു ഫോർ ഓർഡർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു ടു കണ്ടെയ്ൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ എന്താണ് H2 ആണിത്, ഒരു H2 ടാഗ് ആണ്. ഇപ്പോൾ ഓവർ ചെയ്തപ്പോൾ തന്നെ വന്നു H2 ആണ് H1 ആണോ? ഓവർ ചെയ്ത് H2 ഡോട്ട് ആണോ? H2 ഡോട്ട് എന്താണ് കംപ്ലീറ്റ് ഹെഡർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വന്നു. അപ്പം എനിക്ക് ഇതിന് എന്ത് വേണം, ലൊക്കേറ്റ് ചെയ്യണം. അപ്പം ഇതിനൊന്ന് ലൊക്കേറ്റ് ചെയ്ത് അടുത്ത പേജിൽ, അതായത് എന്നിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു താങ്ക് യു മെസ്സേജും കൂടെ വന്നാൽ നമ്മുടെ ടെസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആയി. ഫിനിഷ് ചെയ്തു. ഫിനിഷ് ചെയ്യുമ്പോൾ എന്ത് വേണം, അതായത് H2 ഡോട്ട് തന്നെ എടുത്തോടാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിബിനകത്ത് H2 അകത്തുള്ളതാ. അപ്പൊ ഇങ്ങനെ H2 ഡോട്ട് ആ ഒരു ഇതിന്റെ പേര് കൊടുത്തു, എന്തായിരുന്നു? ഓക്കെ, അതിനകത്തുനിന്ന് നമുക്ക് എന്തെടുക്കണം, അതിനെ ലൊക്കേറ്റ് ചെയ്തു. ഓക്കെ, അതിനൊരു വേരിയബിളിലേക്ക് കൊടുത്തേക്ക്, ഹെഡറിനോ അല്ലെങ്കിൽ താങ്ക് യു മെസ്സേജെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു വേരിയബിളിലേക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു താങ്ക് യു മെസ്സേജിനകത്ത് ഇതിനകത്ത് എന്തുണ്ടോ, ടെക്സ്റ്റ് കണ്ടന്റിനകത്ത് എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാം, ഒരു അസേഷൻ ആണ് ചെക്ക് ചെയ്യണേ. അസേഷൻ ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വേണം, അവൈറ്റ് എക്സ്പെക്റ്റ്. ഓക്കെ, നമ്മുടെ എലമെന്റ് ഏതായിരുന്നു, എക്സ്പെക്റ്റിന്റെ ഉള്ളിൽ എലമെന്റ് ആയിട്ട് ഏതാ കൊടുക്കണ്ടേ? താങ്ക് യു മെസ്സേജ് കൊടുത്തു. ഇനി നമ്മൾ ടു ഹാവ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, അത് യൂസ് ചെയ്തായിരുന്നു നമ്മൾ. ടു ഹാവ് ടെസ്റ്റ് H ക്യാപിറ്റൽ ആണ്, ടു ഹാവ് ടെസ്റ്റ്. ഓക്കെ, എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യാം, നമ്മുടെ താങ്ക് യു ഫോർ എന്തായിരുന്നടാ, താങ്ക് യു ഫോർ ഓർഡർ, താങ്ക് യു ഫോർ യുവർ ഓർഡർ. ജസ്റ്റ് അതെന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ടിട്ട് ഈ ഒരു ടെസ്റ്റ് അതിനകത്ത് ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം.
ഇത്രയേ ഉള്ളൂ അസേഷൻ. ഇത്രയും ചെയ്തിട്ട് സേവ് ചെയ്ത് റൺ ചെയ്യുന്നത്. ടെസ്റ്റ് പാസ്സാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ചെയ്യാം. ചെക്കൗട്ട് പേജ് ഫില്ല് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് യൂസർ, അതായത് പാസ്വേഡ് അല്ലല്ലോ, എന്തായിരുന്നു, പോസ്റ്റും ലാസ്റ്റ് നെയിം ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ, ഒരു ഹൈഡൻ മെസ്സേജ് വരുന്നുണ്ട്, അത് വരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾ ഓൾറെഡി അത് ചെയ്തതാണ്. എവിടെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ചെയ്ത സെയിം കേസ് പോലെ തന്നെ ഇതിനകത്ത് ഇതൊക്കെ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്തത്, എൻഡ് ടു എൻഡ് ആയിട്ടൊരു ടെസ്റ്റ് ചെയ്തു. ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്തത് നോർമൽ പേജ് ഡോട്ട് ലൊക്കേറ്റർ എന്ന് വെച്ച ലൊക്കേറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് വേറെ മെത്തേഡ്സ് ഉണ്ട്. വേറെ മെത്തേഡ്സ് മീൻസ് സ്പെഷ്യൽ ലൊക്കേറ്റേഴ്സ് ഉണ്ട്. പേജ് ഡോട്ട് ലൊക്കേറ്റേഴ്സ് അല്ലാതെ ഈ എന്ത് ചെയ്യാം, ഈ ടെക്സ്റ്റ് യൂസ് ചെയ്യാം. ഇപ്പൊ ബട്ടൺ ഒക്കെ ആണെങ്കിൽ ഇതിനകത്ത് ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് യൂസ് ചെയ്യാം. പ്ലേസ് ഹോൾഡർ കണ്ടു നമ്മൾ, ആട്രിബ്യൂട്ട് വാല്യൂ ആയിട്ട് ഇപ്പൊ നേരത്തെ ആരോൺ ആട്രിബ്യൂട്ടും വാല്യൂ ആയിട്ട് കൊടുത്തു. അതല്ലാതെ ഗെറ്റ് ബൈ പ്ലേസ് ഹോൾഡർ, ഗെറ്റ് ബൈ ID, ഗെറ്റ് ബൈ ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്പെഷ്യൽ ലൊക്കേറ്റേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഈ സെയിം സാധനം തന്നെ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഇത് നമുക്ക് സ്പെഷ്യൽ ലൊക്കേറ്റേഴ്സ് വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഞാനത് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം എങ്ങനെയാണ് സ്പെഷ്യൽ ലൊക്കേറ്റേഴ്സ്. പിന്നെ ഇത്രയും മതി. ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് ഓക്കെ അല്ലേ? അപ്പൊ ശരി. താങ്ക് യു നിഷ. താങ്ക് യു. Right.